കാറ്റേ നീ വീശണമിപ്പോൾ, കാറേ നീ പെയ്യണമിപ്പോൾ, ആരോമൽ തോണിയിലൊന്നും ആരും ഇരിപ്പില്ലിപ്പോൾ. നോക്കണ്ട, വരികൾ അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചതാ. ഒരു ശരാശരി മലയാളിയുടെ അവസ്ഥയാണ് ഇപ്പോൾ പാടിയത്. എന്തൊരു ചൂടാണല്ലേ. കാറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ PSC മാത്രമല്ല, ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാറ്റിനെക്കുറിച്ച് ഓർത്ത സ്ഥിതിക്ക് നമുക്ക് കാറ്റുകളെക്കുറിച്ചൊന്ന് പഠിച്ചു കളയാം. വെറും 10 ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാറ്റ് എന്ന ടോപ്പിക്ക് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വാ. 10ാം ക്ലാസ്സിലെ ജോഗ്രഫി പാഠപുസ്തകത്തിൽ 2ാമത്തെ പാഠമായ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന പാഠത്തിലാണ് നമുക്ക് കാറ്റുകളെ പറ്റി പഠിക്കാനുള്ളത്. ലൈൻ ബൈ ലൈനായിട്ട് ഇത് മുഴുവൻ വായിച്ച് നോക്കി പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട സംഭവങ്ങൾ ഈ കാറ്റുകൾ എന്ന ടോപ്പിക്കിനകത്തുണ്ട്. നമ്മളിവിടെ ഫുള്ള് ചിത്രങ്ങളുടെ സഹായത്താൽ കാറ്റുകൾ എന്ന ടോപ്പിക്ക് ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. തുടങ്ങാം. മർദ്ദ വ്യതിയാനമാണ് കാറ്റുകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത. മർദ്ദ വ്യതിയാനം, അന്തരീക്ഷത്തിലെ മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് കാറ്റുകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, അന്തരീക്ഷത്തിലെ മർദ്ദ വ്യതിയാനമാണ് കാറ്റുകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത്. ഉയർന്ന മർദ്ദമുള്ള സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഉയർന്ന അന്തരീക്ഷ മർദ്ദമുള്ള ഭൗമോപരിതല ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഉച്ചമർദ്ദ മേഖല. കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂനമർദ്ദ മേഖല. ആദ്യം അത് തന്നെ പഠിച്ചുകൊള്ളുക. ഇനി എങ്ങനെയാണ് ഈ ഉച്ചമർദ്ദവും ന്യൂനമർദ്ദവും കാറ്റിലേക്ക് നയിക്കുന്നത്? ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ വായുവിന്റെ അളവ് കൂടുതലാണ്, എണ്ണം കൂടുതലാണ്. ന്യൂനമർദ്ദ മേഖല പേരിൽ തന്നെ ഉണ്ട്, വളരെ കുറവാണ്. അപ്പോൾ അധിക വായു, ഉച്ചമർദ്ദ മേഖലയിലെ അധിക വായു ന്യൂനമർദ്ദ മേഖലയിലേക്ക് തിരശ്ചീനമായി ചലിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റ്. അപ്പോൾ അന്തരീക്ഷ വായുവിന്റെ തിരശ്ചീന ചലനമാണ് കാറ്റ്. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താണ്? മർദ്ദ വ്യതിയാനം. ഉയർന്ന മർദ്ദമുള്ള സ്ഥലത്തെ വായു കുറഞ്ഞ മർദ്ദമുള്ള പ്രദേശത്തേക്ക് ചലിക്കുന്നതാണ്. അത് എങ്ങനെയാണ്? തിരശ്ചീനമായിട്ട്, ഹൊറിസോണ്ടൽ ആയിട്ട് ചലിക്കുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? കാറ്റ്. ക്ലിയർ ആയില്ലേ? ഇനി ഈ മർദ്ദ വ്യതിയാനം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് പറയാം. ആദ്യം തന്നെ കാറ്റിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മളിവിടെ മനസ്സിലാക്കാൻ പോവുക. കാറ്റിന്റെ രൂപീകരണത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മർദ്ദ വ്യത്യാസം. 3 കാര്യങ്ങൾ കൊണ്ടാണ് കാറ്റുണ്ടാകുന്നത്. ഒന്ന് മർദ്ദ വ്യത്യാസം അല്ലെങ്കിൽ മർദ്ദ ചെരിവ്, അതിന് മൊത്തത്തിൽ വിളിക്കുന്ന മർദ്ദ ചെരിവുമാന ബലം എന്ന. 2ാമത്തെ ഘർഷണം, 3 കോറിയോലിസ് ബലം. ഇത് 3മാണ് കാറ്റിന്റെ ഗതിയെ, വേഗതയെ, ദിശയൊക്കെ സ്വാധീനിക്കുന്നത്. അതിൽ 1ാമത്തെ ഘടകമായി പഠിക്കുന്നത് മർദ്ദ ചെരിവുമാന ബലം. എന്താണ് പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ മർദ്ദ ചെരിവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 പ്രദേശങ്ങൾ നമുക്കിവിടെ നോക്കാം. ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും നിങ്ങൾ നോക്കിക്കേ. ഈ ഡോട്ട്സ് കൊടുത്തേക്കുന്നത് വായുവാണ്. ഇത് A എന്ന സ്ഥലം, ഇത് B എന്ന സ്ഥലം. ഇവിടെ ഉപരിതലമൊക്കെ, ഈ ഭൂമിയുടെ ഉപരിതല ഭാഗത്തോട്ടൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇവിടെ വായുവിന്റെ എണ്ണം കൂടുതലാണ്. മനസ്സിലായോ? ഇവിടെ വായുവിന്റെ എണ്ണം കൂടുതലാണ്. കുറച്ച് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വായുവിന്റെ എണ്ണം കൂടുതലാണ്. ഇവിടെയോ എണ്ണം കുറവാണ്. അതുകൊണ്ട് ഇതിനെ ലോ പ്രഷർ എന്ന് എഴുതിയേക്കുന്നത്, ഇതിനെ ഹൈ പ്രഷർ എന്ന് എഴുതിയേക്കുന്നത്. ഈ 2 പ്രദേശങ്ങൾക്കിടയിൽ ഈ മർദ്ദ വ്യത്യാസം സൃഷ്ടിക്കുന്ന ആ ഒരു ചെരിവ് കണ്ടോ, ഇവിടെ അധിക മർദ്ദം, ഇവിടെ കുറഞ്ഞ മർദ്ദം. അത് ഈ മർദ്ദ വ്യത്യാസം, അവിടെ ഈ 2 പ്രദേശങ്ങൾക്കിടയിലുള്ള ഈ മർദ്ദ വ്യത്യാസത്തെയാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ മർദ്ദ ചെരിവ് എന്ന് വിളിക്കുന്നത്. ഈ മർദ്ദ ചെരിവ് ഇവർക്ക് 2 പേർക്കും ഇടയിൽ ഒരു ഫോഴ്സ് ബിൽഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് വായു ഇങ്ങോട്ടേക്ക് ചലിക്കും. ഏത്? ഈ വായു കൂടുതലുള്ള പ്രദേശം അല്ലെങ്കിൽ ഈ ഉയർന്ന മർദ്ദ മേഖലയിൽ നിന്ന് വായു തിരശ്ചീനമായിട്ട് ഇങ്ങോട്ട് ചലിക്കും. ഇതിനെയാണ് നമ്മൾ കാറ്റെന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ മർദ്ദ ചെരിവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് മർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത്? ഇവിടെയും 2 തരത്തിലുള്ള മർദ്ദം അനുഭവപ്പെടുന്നത്. ഇവിടെ വായുവിന്റെ എണ്ണം കൂടുതലും അളവ് കൂടുതലും, ഇവിടെ അന്തരീക്ഷ വായു കുറവുമാകാനുള്ള റീസൺ എന്താണ്? മർദ്ദത്തെ സ്വാധീനിക്കുന്നത് 3 ഘടകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. മർദ്ദത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ടെമ്പറേച്ചറാണ്. ചൂട് കൂടിയ പ്രദേശങ്ങളിൽ വായു വികസിക്കും, ചൂടേറ്റ് വികസിച്ച് ഉയരും. അത് മുകളിലേക്ക് ഉയർന്ന് അവിടെ നിന്ന് മാറ്റപ്പെടും, റീപ്ലേസ് ചെയ്യപ്പെടും, ഡിസ്പ്ലേസ് ചെയ്യപ്പെടും. അങ്ങനെയാണ് മർദ്ദം കുറയുന്നത്. ചൂടുള്ള പ്രദേശങ്ങളിൽ ചൂട് പിടിച്ച് ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കും, അതിനുശേഷം വായു ചൂട് പിടിക്കും, അത് വികസിച്ച് മുകളിലേക്ക് ഉയരും, അവിടെ നിന്ന് മാറ്റപ്പെടും. ഇതിനെ വിളിക്കുന്ന പേരാ സംവഹനം. ചൂട് പിടിച്ച വായു വികസിച്ച് ഉയർന്ന് അവിടെ നിന്ന് മാറ്റപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? സംവഹനം. മനസ്സിലായോ? അപ്പൊ ഈ സംവഹനം ചൂടുള്ള പ്രദേശങ്ങളിൽ ഉയർന്ന തോതിൽ സംവഹനം നടക്കുന്നു, കൺവെക്ഷൻ നടക്കുന്നത്. അതിന് ഫലമായിട്ട് അവിടെ മർദ്ദം കുറവ് അനുഭവപ്പെടുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ലോ പ്രഷർ, ഒരു പ്രദേശത്ത് ലോ പ്രഷർ അനുഭവപ്പെടുന്നത് ഞാൻ പറഞ്ഞു. ടെമ്പറേച്ചർ ആണ് 1ാമത്തെ കണ്ടീഷൻ, റീസൺ എന്ന് പറയുന്നത്. 2ാമത് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരമാണ്. ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം. ഉയരം കൂടുന്നതനുസരിച്ച് ശ്രദ്ധിച്ചോണം, ഉയരം കൂടുന്നതനുസരിച്ച് മർദ്ദം കുറയും.
ഉയരം കൂടുന്നതനുസരിച്ച് മർദ്ദം കുറയും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ഉയരം കൂടുമല്ലോ. ഈ ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദവും കുറയും. കാരണം എന്നാ, ഇവിടെ ഗ്രാവിറ്റി ഉണ്ട്. ഭൂമിയുടെ സർഫസിലാണ് ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി ഉള്ളത്. അല്ലെങ്കിൽ ഈ ഗ്രാവിറ്റി നിമിത്തം, ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഭൂമിയുടെ ഗ്രാവിറ്റി നിമിത്തം കൂടുതലും വായു ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഭൂമി ഇങ്ങനെ ചേർത്ത് വെക്കും. അന്തരീക്ഷ വായുവിനെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഭൂമി ഇങ്ങനെ ചേർത്ത് വെക്കും. അതുകൊണ്ടാണ് ഈ ഉപരിതല ഭാഗത്ത് കൂടുതൽ അന്തരീക്ഷ വായു കാണപ്പെടുന്നത്. മുകളിലോട്ട് പോകുന്നതോറും അത് കുറയുന്നതിന്റെ റീസൺ ഭൂമിയുടെ ഗ്രാവിറ്റിയാണ്. ഭൂമിയുടെ ഗ്രാവിറ്റി എന്ന പ്രതിഭാസമാണ് അന്തരീക്ഷ വായു കൂടുതലും ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്നത്. മുകളിലോട്ട് പോകുന്നതോറും ആ ഗ്രാവിറ്റിയുടെ ആ ഫീൽഡ് ഓഫ് ഗ്രാവിറ്റി കുറയുന്നതനുസരിച്ച് ഈ പറഞ്ഞ വായുവിന്റെ എണ്ണം കുറയുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞു, ഉയരം. മൂന്നാമത്തെ ഏതാണ്? മൂന്നാമത്തത് ആർദ്രത എന്ന ഘടകം. ആർദ്രത. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നീരാവിന്റെ അളവിനെ നമ്മൾ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്ന് വിളിക്കുന്നത്. നീരാവിയുടെ അളവ് അല്ലെങ്കിൽ ആർദ്രത അന്തരീക്ഷത്തിൽ കൂടുവാണെങ്കിൽ അവിടെ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. അപ്പൊ താപനില കൂടിയാൽ അന്തരീക്ഷ മർദ്ദം കുറയും. താപനില കൂടുമ്പോൾ എങ്ങനെയാ കുറയുന്നത്? ചൂട് പിടിച്ച വായു വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് അവിടെ നിന്ന് മാറ്റപ്പെടുന്നത് കൊണ്ട് അവിടെ അന്തരീക്ഷ വായു കുറയും, അതായത് മർദ്ദം കുറയും. താപനില കൂടുമ്പോൾ മർദ്ദം കുറയും, വായു കുറയും, മർദ്ദം കുറയും. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ വായു എണ്ണം കുറയും, അതിനനുസരിച്ച് മർദ്ദം കുറയും. ഉയരം കൂടുമ്പോൾ എങ്ങനെ? അത് ഗ്രാവിറ്റി വെച്ചാൽ മനസ്സിലാക്കേണ്ടത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണം ഈ അന്തരീക്ഷ വായുവിനെ ഭൂമി അതിന് ഉപരിതലത്തിലേക്ക് ചേർത്ത് വെച്ചേക്കുന്നു. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വായുവിന്റെ അളവ് കുറയുന്നു, മർദ്ദം കുറയുന്നു. ആർദ്രതയാണ്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നീരാവി ഈ അന്തരീക്ഷ വായുവിനെ അവിടെ നിന്ന് തള്ളി മാറ്റുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? നീരാവിയുടെ അളവ് കൂടുന്നതനുസരിച്ച് അവിടെ നിന്ന് അന്തരീക്ഷ വായു അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷ മർദ്ദം കുറയുന്നു. ഈ 3 കണ്ടീഷൻസ് ഈ പറഞ്ഞ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഏതൊക്കെ? താപനില, രണ്ടാമത്തത് ഉയരം, മൂന്നാമത്തത് ആർദ്രത. ഇനി കാറ്റിനെ സ്വാധീനിക്കുന്ന അതിനു മുമ്പായിട്ട് അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട മർദ്ദ മേഖലകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഭൂമിയിലെ പ്രധാനപ്പെട്ട മർദ്ദ മേഖലകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രഷർ സോൺസ് അല്ലെങ്കിൽ ഭൂമിയിലെ പ്രധാനപ്പെട്ട മർദ്ദ മേഖലകൾ ഏതെല്ലാം? ആദ്യമായിട്ട് 0 ഡിഗ്രി ഭൂമധ്യരേഖ എന്നറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ? ഭൂമധ്യരേഖ. ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ വെർട്ടിക്കൽ റേസ് ഓഫ് സൺ അനുഭവപ്പെടുന്നത് ഈ ഭൂമധ്യരേഖ പ്രദേശത്തായിരിക്കും. നേർരേഖയിലുള്ള സൂര്യപ്രകാശം അനുഭവപ്പെടുന്നത് കൂടുതലും ഭൂമധ്യരേഖ മേഖലയിലായിരിക്കും. ഏറ്റവും ചൂട് കൂടിയ ഭാഗം ഭൂമിയിലെ. അതിനാൽ തന്നെ ഉയർന്ന അളവിൽ സംവഹനം നടക്കുന്ന പ്രദേശം ഭൂമധ്യരേഖ. ഉയർന്ന അളവിലുള്ള സംവഹനം നടക്കുന്ന പ്രദേശമാണ് ഈ ഭൂമധ്യരേഖ എന്നറിയപ്പെടുന്നത്. ഭൂമധ്യരേഖയ്ക്ക് മുകളിലും താഴേക്കും 5 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങളെ, മുകളിലും 5 ഡിഗ്രി, താഴെയും 5 ഡിഗ്രി നോർത്തും സൗത്തും, ഈ പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഡോൾ ഡ്രംസ്, നിർവാത മേഖല. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും മുകളിലും താഴെയും 5 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് ഡോൾ ഡ്രംസ് അല്ലെങ്കിൽ നിർവാത മേഖല. ക്ലിയർ ആയല്ലോ? എന്തുകൊണ്ട് ഇതിന് ഡോൾ ഡ്രം എന്ന് വിളിക്കുന്നത്? ഇവിടെ ഉയർന്ന അളവിൽ സംവഹനം നടക്കുന്നത് കൊണ്ടാണ്. ഉയർന്ന അളവിൽ ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഇങ്ങനെ ഉയരുന്നതുകൊണ്ടാണ് ഇതിനെ നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾ ഡ്രംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ കാറ്റിന്റെ ഒരു ബലം അല്ലെങ്കിൽ ശക്തി സാധാരണ സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കാറ്റിന്റെ ആ ഒരു വേഗത ഈ ഡോൾ ഡ്രംസിൽ കുറച്ച് കുറവായിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോ 0 ഡിഗ്രി എന്നറിയപ്പെടുന്ന പ്രദേശം ഭൂമധ്യരേഖാ പ്രദേശമാണ്. ഇതൊരു മർദ്ദം കുറഞ്ഞ മേഖലയാണ്. അതിന്റെ പേര് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. സിമ്പിൾ അല്ലേ? മധ്യരേഖ ആണല്ലോ 0 ഡിഗ്രി മധ്യരേഖ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് പിടിച്ചു. ന്യൂനമർദ്ദ മേഖല. ചൂട് കൂടിയ സ്ഥലമായതുകൊണ്ട് വായു വികസിച്ച് ഉയരുന്നത് കൊണ്ട് മർദ്ദം കുറവാണ്. സോ ന്യൂനമർദ്ദ മേഖല. 30 ഡിഗ്രി, അടുത്ത 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും, നോർത്ത് ആൻഡ് സൗത്ത്. 30 ഡിഗ്രി നോർത്തും സൗത്തും. ഇവിടെ ഈ 0 ഡിഗ്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ താപനില കുറവുള്ള പ്രദേശങ്ങളാണ്. താപനില കുറവാണ്. അതായത് ഇവിടെ 0 ഡിഗ്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ തണുപ്പാണ്. ഇനി ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് സംവഹനത്താൽ ഉയരുന്ന വായു വശങ്ങളിലേക്ക് സഞ്ചരിക്കും. ഒരു നിശ്ചിത പരിധിയിൽ എത്തിക്കഴിയുമ്പോൾ, അന്തരീക്ഷത്തിലെ ഒരു നിശ്ചിത ഉയരത്തിൽ എത്തിക്കഴിയുമ്പോൾ വശങ്ങളിലേക്ക് സഞ്ചരിക്കും. അത് 30 ഡിഗ്രി പ്രദേശങ്ങളിൽ പോയി സെറ്റിൽ ഡൗൺ ചെയ്യും. മനസ്സിലായോ? 0 ഡിഗ്രിയിൽ നിന്ന് ഉയരുന്ന വായു വശങ്ങളിലേക്ക് സഞ്ചരിച്ച് 30 ഡിഗ്രി പ്രദേശത്ത് പോയി സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. ഒരു കണക്ക് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 30 ഡിഗ്രി പ്രദേശത്തും 0 ഡിഗ്രി പ്രദേശത്തും എല്ലാം 100 അന്തരീക്ഷ വായു കണികകൾ ഉണ്ടായിരുന്നു എന്ന് കരുതുക. ഭൂമധ്യരേഖ പ്രദേശത്തെ ഉയർന്ന ചൂട് നിമിത്തം ഇവിടെ നിന്ന് ഒരു 80 എണ്ണവും ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയർന്നു. ബാക്കി എത്ര എണ്ണം ഉണ്ട്? ഇനി 20 എണ്ണമേ ഉള്ളൂ. 80 എണ്ണം മുകളിലേക്ക് ഉയർന്നു, അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗത്തേക്ക് ഉയർന്നു. 80 എണ്ണം അവിടെ വെച്ച് മുകളിൽ എത്തിക്കഴിഞ്ഞ് സ്പ്ലിറ്റ് ആവുന്നു. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 40 വെച്ച് വശങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങോട്ട് 40 പോയി, ഇങ്ങോട്ട് 40 പോയി. അങ്ങനെ 30 ഡിഗ്രിയുടെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഈ 40 എണ്ണം തണുക്കും. 0 ഡിഗ്രി ചൂടായതുകൊണ്ടാണ് അത് മുകളിലേക്ക് ഉയർന്നത്. 30 ഡിഗ്രി താരതമ്യേന തണുത്ത സ്ഥലമായതുകൊണ്ട് അതിന്റെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ തണുക്കും, അങ്ങോട്ട് പോയി പതിക്കും. അതായത് ഈ 100ന്റെ കൂടെ 140 കൂടെ കിട്ടി അല്ലെ? ഇവിടെയും കൂടെ ഒരു 40 എത്തിച്ചേരുന്നുണ്ട്. ഇതേപോലെ
ഈ ഇവിടുന്ന് ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്ന് ഉയരുന്ന 40 വായുകണികൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവർക്കും എത്രയായി? 140. ഇനി ഇത് ഭൂമധ്യരേഖ പ്രദേശത്ത് 20 വായുകണികളേ ഉള്ളൂ. 30 ഡിഗ്രി പ്രദേശങ്ങളിൽ 140 വെച്ച് വായുകണികളുണ്ട്. മനസ്സിലായോ? അതായത് ഇവിടെ മർദ്ദം കൂടുതലാണ്. അന്തരീക്ഷ വായുവിന്റെ എണ്ണം കൂടിയാൽ മർദ്ദം കൂടുതൽ എന്ന് ഓർത്ത് പഠിക്കുക. ഇവിടെ എണ്ണത്തിൽ കുറവ് വന്നു, അപ്പോൾ മർദ്ദം കുറഞ്ഞു. ക്ലിയർ ആയോ? അപ്പൊ ഇതൊരു തെർമൽ ഫീച്ചർ ആണ്. 0-യും 30-യും ഒക്കെ എങ്ങനെയാണ് മർദ്ദ മേഖലയായി മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെർമൽ ഫീച്ചറാണ്. ഇത് ന്യൂനമർദ്ദ മേഖലയാണ്, ഇത് ഉച്ചമർദ്ദ മേഖലയാണ്, ഹൈ പ്രഷർ ആണ്. 30 ഡിഗ്രി രണ്ടും ഉച്ചമർദ്ദ മേഖലയാണ്, 0 ഡിഗ്രി ന്യൂനമർദ്ദ മേഖലയാണ്. ഇത് ഭൂമിയുടെ ഒരു തെർമൽ ഫീച്ചറിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ മർദ്ദ മേഖലയെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് പറയാനുണ്ട് 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും. എന്ത് തരം മർദ്ദ മേഖലകളാ? ഇത് തെർമൽ ഫീച്ചർ അല്ല, ഇത് ഭൂമിയുടെ ഒരു ഡൈനാമിക് ഫീച്ചറിനെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഇതിന്റെ മർദ്ദത്തെ പറ്റി പറയുന്നത്. 60 ഡിഗ്രി പ്രദേശങ്ങളും 90 ഡിഗ്രി പ്രദേശങ്ങളുമാണ് ഇനി നമുക്ക് പറയാനുള്ള മർദ്ദ മേഖലകൾ. 60 ഡിഗ്രിയും 90 ഡിഗ്രിയും താരതമ്യേന തണുത്ത പ്രദേശങ്ങളാണ് ഭൂമിയിലെ. കാരണം 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ആർട്ടിക് വൃത്തത്തോട് അടുത്തു, 90 ഡിഗ്രി ഇവിടെ താഴത്തെ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ അന്റാർട്ടിക് വൃത്തത്തോട് അടുത്തു. അതായത് തണുത്ത സ്ഥലങ്ങളാണ് ഇത് രണ്ടും. അതുകൊണ്ട് നല്ല തണുത്ത കല്ല് പോലെ ഇരിക്കുന്ന വായുകണികൾ ഇവിടെ ഉള്ളത്, വാതകങ്ങൾ ഇവിടെ ഉള്ളത്. ഭൂമിയുടെ ഭ്രമണ നിമിത്തം 60 ഡിഗ്രി പ്രദേശത്തെ വായു അവിടെ നിന്ന് ചുഴറ്റി എറിയപ്പെടും എന്നാണ് പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത്. 90 ഡിഗ്രിയിൽ അത് സംഭവിക്കുന്നുമില്ല, ഈ ചുഴറ്റി എറിയൽ നടക്കുന്നില്ല. കാരണം 90 ഡിഗ്രി പ്രദേശങ്ങളിൽ ഭൂമിയുടെ ഭ്രമണ വേഗത വളരെ കുറവേ അനുഭവപ്പെടത്തുള്ളൂ. മാത്രമല്ല ഭൂമിയുടെ ഒരു ആകൃതി നിമിത്തം ഈ 90 ഡിഗ്രി അക്ഷാംശങ്ങൾ ഇങ്ങനെ പരന്നായിരിക്കുന്നത്, അവിടെ നിന്ന് വായു തെറിച്ചു പോകുന്നില്ല. അതുകൊണ്ട് അവിടെ തണുപ്പാണ്, ചൂടില്ല, അല്ലെ? തണുപ്പാണ്, ചൂടില്ല, വായു ചുഴറ്റി എറിയപ്പെടുന്നുമില്ല. ഈ കാരണങ്ങൾ കൊണ്ട് 90 ഡിഗ്രി അക്ഷാംശങ്ങൾ ഉച്ചമർദ്ദ മേഖലകളായിരിക്കും. കാരണം വായു നഷ്ടപ്പെടുന്നില്ല, ഒരർത്ഥത്തിൽ നഷ്ടപ്പെടുന്നില്ല, ചൂട് പിടിച്ച് ഉയരുന്നുമില്ല, ചുഴറ്റി എറിയപ്പെടുന്നുമില്ല. അതുകൊണ്ട് അവിടുന്ന് വായു നഷ്ടപ്പെടാത്തത് കൊണ്ട് ആ പ്രദേശങ്ങൾ ഉച്ചമർദ്ദ മേഖലകളാണ്. 60 ഡിഗ്രി തണുത്ത പ്രദേശങ്ങളാണെങ്കിലും ഈ പ്രദേശങ്ങളിൽ നിന്ന് വായു ഭൂമിയുടെ ഭ്രമണ വേഗത നിമിത്തം ചുഴറ്റി എറിയപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. അതിനാൽ വായു നഷ്ടപ്പെടുന്നു, 60 ഡിഗ്രിയിൽ നഷ്ടപ്പെടുന്നു. 60 ഡിഗ്രിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് 90-ലേക്കോ 30-ലേക്കോ ഒക്കെ വന്ന് കിട്ടിയെന്നിരിക്കാം, അങ്ങോട്ടേക്കൊക്കെ ഇപ്പൊ പതിച്ചെന്നിരിക്കാം. എന്തായാലും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു. ആ അർത്ഥത്തിൽ ഇതിനെ നമ്മൾ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കുന്നു. 60 ഡിഗ്രി പ്രദേശങ്ങൾ ഭൂമിയിലെ ന്യൂനമർദ്ദ മേഖലകളാണ്, 90 ഡിഗ്രി പ്രദേശങ്ങൾ ഉച്ചമർദ്ദ മേഖലകളാണ്. അപ്പം 60 ഡിഗ്രിയെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞു. അതിന്റെ ഫുൾ നെയിം എന്താണ്? ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല. 30 ഡിഗ്രീനെ എന്താ വിളിച്ചത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല. ധ്രുവത്തിനടുത്ത് 60, 0 ഡിഗ്രി ഉഷ്ണത്തിനടുത്ത് ഉപോഷ്ണം. അങ്ങനെ ഓർക്കണം. ഉഷ്ണത്തിനടുത്തുള്ളത് 30 ഉപോഷ്ണം, 90-ന് അടുത്തുള്ളത് ധ്രുവത്തിനടുത്തുള്ളത് ഉപധ്രുവം. പേര് ഓർക്കാൻ എളുപ്പമാണേ. 0 ഡിഗ്രിക്ക് അടുത്ത് 30 അല്ലേ, അതുകൊണ്ട് അത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. 90 ഡിഗ്രിക്ക് അടുത്ത് 60 അല്ലേ, അതുകൊണ്ട് അത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല. ക്ലിയർ അല്ലേ? ഇനി 90 ഡിഗ്രീനെ എന്താ വിളിക്കുന്നത്? അത് ധ്രുവമാണ്, അതുകൊണ്ട് അതിനെ വിളിക്കുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അവിടുന്ന് വായു നഷ്ടപ്പെടുന്നില്ലല്ലോ, അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. സിമ്പിൾ അല്ലേ? പഠിച്ചില്ലേ? ഭൂമിയിലെ മർദ്ദ മേഖലകൾ പഠിച്ചില്ലേ? 0 ഡിഗ്രിക്ക് വടക്കും തെക്കും 5 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങളെ ഡോൾഡ്രംസ് അഥവാ നിർവാത മേഖല എന്ന് വിളിക്കുന്നു. 30 ഡിഗ്രി അക്ഷാംശങ്ങളാണ്. 30 ഡിഗ്രി വടക്കും അതുപോലെ 30 ഡിഗ്രി തെക്കും കേട്ടോ. 30 ഡിഗ്രി വടക്കും തെക്കും നമ്മൾ വിളിക്കുന്ന പേരാണ് കുതിര അക്ഷാംശങ്ങൾ കേട്ടോ. 30 ഡിഗ്രി വടക്കും തെക്കും അറിയപ്പെടുന്ന പേരാണിത് കുതിര അക്ഷാംശങ്ങൾ, അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് 30 ഡിഗ്രി അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഉച്ചമർദ്ദ മേഖലയാ കേട്ടോ. 30 ഡിഗ്രി എന്ന് പറയുന്നത് ഉച്ചമർദ്ദ മേഖലകളാണ്. ഇവിടെ വായു ശക്തമായിട്ട് മുകളിലേക്ക് ഉയരാത്ത പ്രദേശങ്ങളാണ്, വായു പതിക്കുന്ന പ്രദേശങ്ങളാണ് ഉച്ചമർദ്ദ മേഖലകൾ. ഉച്ചമർദ്ദ മേഖലകൾ പ്രശാന്തമായ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ്. ഉച്ചമർദ്ദ മേഖലകൾ വളരെ കാമായ ക്വയറ്റ് ആയിട്ടുള്ള കാലാവസ്ഥ, അന്തരീക്ഷ അവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ്. ന്യൂനമർദ്ദ മേഖലകൾ പ്രക്ഷുബ്ധമായ കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാവുന്ന മേഖലകളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു അന്തരീക്ഷ അവസ്ഥ രൂപപ്പെടുന്ന പ്രദേശങ്ങളാണ് ന്യൂനമർദ്ദ മേഖലകൾ. അപ്പൊ ഈ ഉച്ചമർദ്ദ മേഖലയായ 30 ഡിഗ്രി അക്ഷാംശത്തിൽ വളരെ പ്രശാന്തമാണ് എപ്പോഴും കാലാവസ്ഥ. കടലിൽ കൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ, പണ്ട് പായ് കപ്പലുകളൊക്കെ ഈ ഉച്ചമർദ്ദ മേഖലയായ 30 ഡിഗ്രി ക്രോസ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഇവിടെ വളരെ ഫീബിളാണ് വിൻഡ്. അതിനാൽ കപ്പലുകളിൽ അവർ കടത്തുന്ന പ്രധാന ചരക്ക് വസ്തുവായ കുതിരകളെ വെള്ളത്തിലേക്ക് ഇട്ട് കപ്പലിന്റെ ഭാരം കുറയ്ക്കും. കപ്പലിന്റെ ഭാരം കുറച്ചിട്ടാണ് 30 ഡിഗ്രി ക്രോസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്, എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ പറ്റിയുള്ള പ്രധാനപ്പെട്ട അതിനൊരു കുപ്രസിദ്ധി നേടിയത് അങ്ങനെയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് കുതിര അക്ഷാംശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 30 ഡിഗ്രി അക്ഷാംശങ്ങൾ. ഇവിടെ കാറ്റ് ഫീബിൾ ആണ്. കാരണം എന്താണ്? ഉച്ചമർദ്ദ മേഖലകളിൽ
വായു താഴുന്ന സ്ഥലമാണ്, മഴ കുറവുള്ള സ്ഥലമാണ്, കാറ്റ് വളരെ ഫീബിളായ സ്ഥലമാണ് ഉച്ചമർദ്ദ മേഖലകൾ. ഒന്നുകൂടെ പറയാം, ഉച്ചമർദ്ദ മേഖലകൾ വായു താഴേക്ക് പതിക്കുന്ന പ്രദേശങ്ങളാണ്. കാരണം എന്നാ, അത് തണുത്ത പ്രദേശങ്ങളാണ്, അവിടെ വായു താഴേക്ക് പതിക്കും. 0 ഡിഗ്രിയിൽ നിന്ന് ഉയരുന്ന വായു 30 ഡിഗ്രി പോയി പതിക്കുമെന്നല്ല നമ്മൾ പറഞ്ഞത്, വായു താഴേക്ക് പതിക്കുന്ന പ്രദേശങ്ങളാണ്. അത് മാത്രമല്ല അവിടെ മഴ കുറവാണ്, പ്രശാന്തമായ കാലാവസ്ഥയാണ്, പ്രസന്നമായ കാലാവസ്ഥയാണ്. ഇവിടെ ക്രോസ് ചെയ്യുന്നത് പണ്ട് കാലത്തെ പായ് കപ്പലുകൾക്കും ബോട്ടുകൾക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് പ്രധാന ചരക്ക് വസ്തുവായ ഈ കുതിരകളെ വെള്ളത്തിലേക്ക് ഇട്ട് കപ്പലിന്റെ ഭാരം കുറച്ച് അവർ ക്രോസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് കുതിര അക്ഷാംശം എന്ന് ഈ 30 ഡിഗ്രി അക്ഷാംശങ്ങളെ വിളിക്കുന്നത്. ഇനി 60 ഡിഗ്രി അക്ഷാംശങ്ങൾക്ക് ഒരു പേരുണ്ട്. 60 ഡിഗ്രി അക്ഷാംശങ്ങളുടെ പേരാണ് പോളാർ ഫ്രണ്ട്, ധ്രുവ മുഖങ്ങൾ എന്നാണ് 60 ഡിഗ്രി അക്ഷാംശങ്ങളെ വിളിക്കുന്നത് കേട്ടോ. 60 ഡിഗ്രി നോർത്തിനെയും സൗത്തിനെയും വിളിക്കുന്നത് ധ്രുവമുഖം, പോളാർ ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത്. 66.5 ഡിഗ്രി നോർത്തിനെ വിളിക്കുന്ന പേര് ആർട്ടിക് വൃത്തം എന്നും, 66.5 ഡിഗ്രി സൗത്ത് ആണെങ്കിൽ അതിനെ അന്റാർട്ടിക് വൃത്തം എന്ന് വിളിക്കും. 60 ഡിഗ്രി അക്ഷാംശങ്ങൾ പോളാർ ഫ്രണ്ട് എന്ന് വിളിക്കും. 30 ഡിഗ്രി അക്ഷാംശങ്ങൾ എന്ത് വിളിക്കും? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്, കുതിര അക്ഷാംശങ്ങൾ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണെന്നെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. കുതിരകളെ വെള്ളത്തിലിടുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ന്യൂനമർദ്ദ മേഖലകൾ എപ്പോഴും എന്താണ്? കൊടുങ്കാറ്റിന് അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾക്ക്, അന്തരീക്ഷ അവസ്ഥകൾക്ക് സാഹചര്യം ഒരുങ്ങുന്ന സ്ഥലങ്ങളാണ് ന്യൂനമർദ്ദ മേഖലകൾ. ഇനി 30 ഡിഗ്രി അക്ഷാംശങ്ങൾ, 30 ഡിഗ്രി അക്ഷാംശങ്ങൾ എപ്പോഴും ശാന്തമായ, 30 ഡിഗ്രി അക്ഷാംശം എന്നല്ല, എവിടെയാണോ ഉച്ചമർദ്ദം ഉള്ളത് അവിടെയുള്ളവർ സേഫ് ആണ്. ബംഗാൾ ഉൾക്കടലിൽ ഉച്ചമർദ്ദ രൂപം കൊണ്ടു അതോ ന്യൂനമർദ്ദ രൂപം കൊണ്ടു, ഏതിനു ശേഷമാണ് വലിയ കൊടുങ്കാറ്റ് മഴയൊക്കെ ഉണ്ടാകുന്നത്? ന്യൂനമർദ്ദം രൂപം കൊണ്ടു എന്ന വാർത്തയ്ക്ക് ശേഷമല്ലേ? ന്യൂനമർദ്ദ രൂപം കൊണ്ടു എന്നൊരു വാർത്തയ്ക്ക് ശേഷമല്ലേ? യെസ്, അതാണ് ഞാൻ പറഞ്ഞു നോക്കുന്നത്. ന്യൂനമർദ്ദങ്ങൾ എപ്പോഴും പ്രക്ഷുബ്ധമായ മേഖലകളായിരിക്കും. ഓക്കെ. എന്നാലും ഈ നിങ്ങൾ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു 0 ഡിഗ്രി പ്രദേശങ്ങൾ ഡോൾഡ്രംസ് എന്നറിയപ്പെടുന്നു, നിർവാത മേഖല എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് അവിടെ 0 ഡിഗ്രി പ്രദേശങ്ങൾ എപ്പോഴും പ്രക്ഷുബ്ധമായ മേഖലയായിട്ടും ഡോൾഡ്രംസ് എന്നറിയപ്പെടുന്നത്? അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പ്രദേശത്തേക്ക് 0 ഡിഗ്രിയോട് ചേരുന്ന പ്രദേശത്തേക്ക് ഇവിടെ ഉയർന്ന അളവിൽ സംവഹനം നടക്കുന്നത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു കാറ്റുകൾ ഈ ഭാഗത്തേക്ക് വലിയ അളവിൽ എത്തപ്പെടും. വാണിജ്യവാദങ്ങൾ. ഈ വാണിജ്യവാദങ്ങൾ എന്നിട്ട് അവിടുന്ന് തന്നെ പെട്ടെന്ന് ചൂടായി സംവഹനത്തിന് വിധേയമാകുന്നു, മുകളിലേക്ക് ഉയരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെ ഡോൾഡ്രംസ് അല്ലെങ്കിൽ നിർവാത മേഖല എന്ന് വിളിക്കുന്നത്. അല്ലാത്ത 0 ഡിഗ്രിയോട് ചേർന്ന പ്രദേശങ്ങളിൽ കൊടുങ്കാറ്റുകളോ കാറ്റുകളോ ഇല്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. 0 ഡിഗ്രി പ്രദേശങ്ങൾ ധാരാളം കൊടുങ്കാറ്റുകളും അതേപോലെ തന്നെ ന്യൂനമർദ്ദങ്ങളും ചുഴലിക്കാറ്റുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഭൂമധ്യരേഖ പ്രദേശങ്ങൾ. പക്ഷേ ഇവിടെ വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെടുന്ന കാറ്റുകൾ വളരെ വേഗത്തിൽ തന്നെ ഈ പ്രദേശത്ത് വന്ന് കൂടിച്ചേർന്ന് മുകളിലേക്ക് ഉയർന്ന് അല്ലെങ്കിൽ സംവഹനത്തിന് വിധേയമാകുന്നു എന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ് ഇതിന് നിർവാത മേഖല എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഇവിടെ കാറ്റോ കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. മനസ്സിലായോ? ആഗോളവാദങ്ങളായ വാണിജ്യവാദങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ അവ അവിടെ വെച്ച് കൂടിച്ചേർന്ന് ചൂട് പിടിച്ച് വികസിച്ച് ഉയരും, സംവഹനത്തിന് വിധേയമാകും എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഈ പ്രദേശത്തെ ന്യൂനമർദ്ദ അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അല്ലാതെ ഭൂമിയിലെ എവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശങ്ങൾ ന്യൂനമർദ്ദമാണെങ്കിൽ നമ്മൾ ഡേഞ്ചർ സോണിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശങ്ങൾ ഉച്ചമർദ്ദ മേഖലയാണെങ്കിൽ നമ്മൾ സേഫ് സോണിലാണ്. കാരണം ന്യൂനമർദ്ദ മേഖലയിൽ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഉണ്ടാവും. ഉച്ചമർദ്ദ മേഖല ശാന്തമായ പ്രശാന്തമായ അവസ്ഥയായിരിക്കും. എന്താണ് ഉച്ചമർദ്ദ മേഖല? ഉയർന്ന വായു കാണപ്പെടുന്ന പ്രദേശങ്ങളാണ്, വായു ഉയർന്ന അളവിൽ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് ഉച്ചമർദ്ദ മേഖല. വായു താഴ്ന്ന അളവിൽ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് ന്യൂനമർദ്ദ മേഖല. ഭൂമിയിലെ ന്യൂനമർദ്ദ മേഖലകൾ ഏതെല്ലാമാണെന്ന് പെട്ടെന്ന് പറഞ്ഞ്. 0 ഡിഗ്രിയും 60 ഡിഗ്രിയും ന്യൂനമർദ്ദ മേഖലകൾ. 0 ഡിഗ്രിയുടെ പേര് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെങ്കിൽ 60 ഡിഗ്രിയുടെ പേര് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഏതൊക്കെയാണ് ഉച്ചമർദ്ദ മേഖലകൾ? പറഞ്ഞ് 30 ഡിഗ്രിയും 90 ഡിഗ്രിയുമാണ് ഉച്ചമർദ്ദ മേഖലകൾ. 30 ഡിഗ്രിയുടെ പേര് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. 0 ഡിഗ്രിക്ക് അടുത്തുള്ളത് ഉഷ്ണത്തോട് അടുത്തുള്ളത് ഉപോഷ്ണം, 90 അടുത്തുള്ളത് അങ്ങനെ ഞാൻ പഠിപ്പിച്ചിരുന്നു അല്ലെ? അപ്പൊ 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണെങ്കിൽ 90 ഡിഗ്രി ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്നറിയപ്പെടുന്നു. 90 ഡിഗ്രി ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാറ്റ് എന്ന ടോപ്പിക്കിലേക്ക് പോകുന്നു. കാറ്റിനെ പറ്റി പഠിക്കുന്ന പഠന ശാഖ അനിമോളജിയാണ്. കാറ്റിനെ പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ കാറ്റിന്റെ പഠനത്തെ അറിയപ്പെടുന്ന പേരാണ് അനിമോളജി. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കാറ്റിന്റെ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. അപ്പൊ അനിമോളജി, അനിമോമീറ്റർ, വിൻഡ് വെയിൻ മൂന്നും ഞാൻ പറഞ്ഞു. ഓക്കെ. മർദ്ദ വ്യത്യാസമാണ് കാറ്റ് എന്ന പ്രതിഭാസത്തിലേക്ക് നയിക്കുന്നത് എന്നും പറഞ്ഞു. കാറ്റിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ നോക്കിക്കേ. മർദ്ദ ചെരിവുമാന ബലം, ഘർഷണം, കോറിയോലിസ് ബലം എന്നിവയാണ് കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏതെല്ലാമാണ്? മർദ്ദ ചെരിവുമാന ബലം. ഇത് ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഒന്നാമത്തെ ചിത്രം നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ ചിത്രം ഇതായിരുന്നു. മർദ്ദ ചെരിവ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. 2 ഘർഷണം, ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ കരയും കടലും സങ്കല്പിച്ചാൽ കരയിൽ ധാരാളം തടസ്സങ്ങളുണ്ട്, മരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഈ കാറ്റിന്റെ സ്വാഭാവിക ചലനത്തെ തടസ്സപ്പെടുത്തും. അതായത് ഫ്രിക്ഷൻ അവിടെ കൂടുതലാണ്.
അപ്പൊ എന്ത് ചെയ്യുന്നു? കാറ്റിന്റെ വേഗത കുറയും, അത് ചിതറിപ്പോവും അല്ലെ. എന്നാൽ കടലിന് മുകളിൽ കൂടെ വീശുന്ന കാറ്റിന് ഈ കടൽ പരപ്പിന്റെ ജലപരപ്പിന്റെ മുകളിലൂടെ യാതൊരു തടസ്സമില്ലാതെ കൂടുതൽ നേരം കൂടുതൽ വേഗത്തിൽ വീശാൻ സാധിക്കും. ഫ്രിക്ഷൻ കുറവാണ്, അപ്പൊ അവിടെ കാറ്റിന് വേഗത കൂടും. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ നോക്കാം, കോറിയോലിസ് ബലം. ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട പ്രതിഭാസം. കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്നതിൽ ഏറ്റവും അധികം പങ്ക് വഹിക്കുന്നത് ഈ കോറിയോലിസ് ബലമാണ്. ഭൂമിയുടെ ഭ്രമണം എന്നറിയപ്പെടുന്ന ആ ഒരു ബലം, അല്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണം എന്ന ചലനമാണ് കോറിയോലിസ് ബലം എന്ന ഒരു ഫോഴ്സ് ഭൂമിയിൽ ഉണ്ടാവാനുള്ള കാരണം. ഈ കോറിയോലിസ് ഫോഴ്സിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നോക്കിക്കേ. ഇത് ഭൂമധ്യരേഖ ഞാൻ വരച്ചു. ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ളത് ഉത്തരാർദ്ധ ഗോളവും ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ളത് ദക്ഷിണാർദ്ധ ഗോളവും. ഈ ഉത്തരാർദ്ധ ഗോളത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന എല്ലാ വസ്തുക്കളും വലത്തോട്ട് ചെരിഞ്ഞു പോകും. സ്വതന്ത്രമായി ചലിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും വലത്തോട്ട് ചെരിയാനൊരു ടെൻഡൻസി ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോറിയോലിസ് ബലം. വലത്തോട്ട് ചെരിയാനൊരു ടെൻഡൻസി ഉണ്ട്. ഭൂമിയുടെ ഭ്രമണമാണ് കോറിയോലിസ് ബലത്തിലേക്ക് നയിക്കുന്നത്. ഈ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഈ വലത്തോട്ട് അല്ലെങ്കിൽ ഈ ചെരിയാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. ഈ ധ്രുവങ്ങളോട് അടുക്കുമ്പോഴാണ് ഈ ചെരിയാനുള്ള ടെൻഡൻസി കൂടുതൽ. അതായത് കോറിയോലിസ് ബലം കൂടുതൽ എവിടെയാണ്? ധ്രുവങ്ങളിലാണ്. ഇത് ഓൾമോസ്റ്റ് സീറോ ആവുന്നത്, തീരെ ഇല്ലാണ്ടാവുന്നത്. സീറോ ആവുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖയിലാണ്. ഇനി ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ദക്ഷിണാർദ്ധ ഗോളത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഇടത്തോട്ട് ചെരിഞ്ഞു പോകാനൊരു ടെൻഡൻസി ഉണ്ട്, ഇടത്തോട്ട്. ഇതാണ് കോറിയോലിസ് ബലം. ഉത്തരാർദ്ധ ഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇടത്തോട്ടും. ഇത് കണ്ടുപിടിച്ച ആളാണ് കോറിയോലിസ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കോറിയോലിസ് ബലത്തിന് കാരണമായത് ഭൂമിയുടെ ഭ്രമണമാണ്. കോറിയോലിസ് ബലം കൂടുതൽ എവിടെയായിരിക്കും? ആ ധ്രുവങ്ങളിലായിരിക്കും ഈ ചെരിയുന്നതിന്റെ അളവ് കൂടുന്നത്. ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ തീരെ കുറവായിരിക്കും, സീറോ ആയിരിക്കും, തീരെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ കാറ്റുകളുടെ നിയമം രൂപീകരിച്ച ആളാണ് ഫെറൽ. അതുകൊണ്ട് കാറ്റിന്റെ നിയമങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഫെറൽ ലോ എന്നാണ്. കാറ്റിന്റെ നിയമങ്ങളെ വിളിക്കുന്ന ഫെറൽ ലോ എന്നാണ്. കോറിയോലിസ് ബലത്തിന്റെ അടിസ്ഥാനത്തിൽ കാറ്റിന്റെ നിയമങ്ങൾ രൂപീകരിച്ചത് ആരാണ്? കാറ്റിനെ സംബന്ധിക്കുന്ന നിയമങ്ങൾ രൂപീകരിച്ച ആരാണ്? ഫെറൽ ആണ്. അതുകൊണ്ട് ഫെറൽസ് ലോ, കാറ്റിന്റെ നിയമങ്ങളെ നമ്മൾ ഫെറൽസ് ലോ എന്ന് വിളിക്കുന്നു. ഫെറൽസ് ലോയും ഇത്രേ പറയുന്നുള്ളൂ. കാറ്റുകൾ, കോറിയോലിസ് പറഞ്ഞത് സ്വതന്ത്രമായി ചലിക്കുന്ന എല്ലാ വസ്തുക്കളും വലത്തോട്ട് ചെരിയുമെന്ന. ഫെറൽ ലോ പറയുന്നു കാറ്റുകൾ ഉത്തരാർദ്ധ ഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇടത്തോട്ടും വ്യതിചലിക്കും. ഇത്രയേ ഫെറൽ ലോ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് മൂന്നും കാറ്റിന്റെ ദിശയും വേഗതയും സ്വാധീനിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാറ്റുകളെ നമുക്ക് നാലായി തരംതിരിക്കാം. ഒന്ന്, ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ. ഇവയെ തന്നെ നമ്മൾ വീണ്ടും മൂന്നായി തരംതിരിക്കുന്നുണ്ട്. ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ സ്ഥിരവാദങ്ങളെ നമ്മൾ വീണ്ടും മൂന്നായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് വാണിജ്യവാദം, രണ്ട് പശ്ചിമവാദം, മൂന്ന് ധ്രുവീയ പൂർവ്വവാദം. ഏതൊക്കെയാണ്? വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയ പൂർവ്വവാദം. ക്ലിയർ അല്ലേ? രണ്ട്, അസ്ഥിരവാദങ്ങളാണ് ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളുമാണ് അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണങ്ങൾ. ഇതിന് രണ്ടായിട്ട് തരംതിരിക്കാം, അല്ലെങ്കിൽ രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് ചക്രവാദങ്ങൾ, രണ്ട് പ്രതിചക്രവാദങ്ങൾ. മൂന്ന്, കാലികവാദങ്ങൾക്ക് മൂന്ന് പ്രധാന എക്സാമ്പിൾസാണ് ഉള്ളത്. ഒന്ന് മൺസൂൺ കാറ്റുകൾ, രണ്ട് പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, മൂന്ന് കടൽക്കാറ്റ്, കരക്കാറ്റ്. ഇത് മൂന്നുമാണ് കാലികവാദത്തിന് എക്സാമ്പിൾ. നാല്, പ്രാദേശികവാദങ്ങൾ. നാല് പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങൾ പാഠപുസ്തകത്തിൽ പഠിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ളത്. ചിനൂക്ക്, ഫൊന്ന്, ഹർമട്ടൺ, അതേപോലെ തന്നെ മിസ്ട്രൽ, 4 എണ്ണം. ഇതുകൂടാതെ ഇന്ത്യയിലുള്ള ലൂ, മാംഗോ ഷവർ തുടങ്ങിയ വേറെ പ്രാദേശികവാദങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് കാറ്റുകൾ എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വളരെ ബ്രീഫായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. ആദ്യമായിട്ട് ആഗോളവാദങ്ങളിലേക്ക് പോകുന്നു. ഭൂമി മുഴുവനായും കാണപ്പെടുന്ന കാറ്റുകളുടെ ദിശയ്ക്ക് വ്യത്യാസമുണ്ടാവാത്ത തരത്തിലുള്ള കാറ്റുകളാണ്. വർഷത്തിൽ ഇത്ര മാസം ഒരു ദിശയിൽ, അടുത്ത മാസം വേറൊരു ദിശയിൽ, അങ്ങനല്ല. ഇതിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് വീശുന്നതെങ്കിൽ വർഷം മുഴുവൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വീശും. മനസ്സിലായോ? അത്തരത്തിലുള്ള കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആഗോളവാദങ്ങൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. പേര് തന്നെ ഉണ്ട്, സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ്. മനസ്സിലായോ? ഇവയെ തന്നെ വീണ്ടും മൂന്നായി തരംതിരിക്കാം. സ്ഥിരവാദങ്ങളെ മൂന്നായി തരംതിരിക്കാം. ഒന്ന്, വാണിജ്യവാദം. ഇവിടെ വാണിജ്യവാദം ആദ്യം പറയാം, അതിനുശേഷം നമുക്ക് അടുത്ത രണ്ടെണ്ണത്തിലേക്ക് പോകാം. വാണിജ്യവാദങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് 30 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണ് എത്തിക്കുക. 30 ഡിഗ്രി അക്ഷാംശങ്ങൾ വായുവിന്റെ അളവ് കൂടുതലുള്ള പ്രദേശങ്ങളാണ്, അതായത് ഉച്ചമർദ്ദ മേഖലകളാണ്. പേരോർമ്മയുണ്ടോ? പറഞ്ഞേ. ഉഷ്ണത്തോടടുത്ത സ്ഥലം, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ശരിയല്ലേ? പഠിച്ചില്ലേ? 0 ഡിഗ്രി നോക്ക്. 0 ഡിഗ്രി വായുവിന്റെ അളവ് വളരെ കുറവുള്ള പ്രദേശം, ദാറ്റ് മീൻസ് ന്യൂനമർദ്ദ മേഖലയാണ്. പേരെന്തായിരുന്നു? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അപ്പോൾ പ്രഷർ ഡിഫറൻസ് സംഭവിച്ചു 30നും 0യ്ക്കും ഇടയ്ക്ക്. ഇവിടെ ഉച്ചമർദ്ദവും 0 ഡിഗ്രിയിൽ ന്യൂനമർദ്ദവുമായി. അപ്പോൾ കാറ്റ് രൂപീകരിക്കാനുള്ള ഒന്നാമത്തെ ക്രൈറ്റീരിയ ഫോം ചെയ്യപ്പെട്ടു. മർദ്ദ വ്യത്യാസം സംഭവിച്ചു. ഉയർന്ന മർദ്ദമുള്ള സ്ഥലത്ത് നിന്ന്
കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തേക്ക് തിരശ്ചീനമായിട്ട് അന്തരീക്ഷ വായു ചലിക്കും എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിനെ കാറ്റെന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ കാറ്റുകളുടെ രൂപീകരണം നടക്കാൻ പോവാണ്. കാറ്റ് ഫോം ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് കാറ്റുകൾ വീശും. താഴത്തെ 30 ഡിഗ്രി നോക്ക്, ഇത് ദക്ഷിണാർത്ഥ ഗോളമാണ്. 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക്, ഇത് ദക്ഷിണാർത്ഥ ഗോളമായതുകൊണ്ട് കാറ്റുകൾ ഇടത്തോട്ട് ചെരിഞ്ഞാണ് ഈ 0 ഡിഗ്രിയുടെ ഭാഗത്തേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് അടുത്തേക്ക് എത്തുന്നത്. കണ്ടോ, ഇത് ദക്ഷിണാർത്ഥ ഗോളമായതുകൊണ്ട് ഇടത്തോട്ട് ചെരിഞ്ഞ്. ഉത്തരാർത്ഥ ഗോളമായ 30 ഡിഗ്രി എടുത്തേ, ഉത്തരാർത്ഥ ഗോളത്തിൽ വലത്തോട്ട് ചെരിഞ്ഞിട്ടാണ് കാറ്റുകൾ 0യിലേക്ക് എത്തുന്നത്, അല്ലെ? ഉത്തരാർത്ഥ ഗോളത്തിൽ വലത്തോട്ട് ചെരിഞ്ഞിട്ട് എത്തുന്നത് കോറിയോലിസ് ബലത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ നിങ്ങൾ വലത്തോട്ട്, നിങ്ങളുടെ വലത്തല്ല, ഈ കാറ്റ് തുടങ്ങി അത് താഴേക്ക് പതിക്കുമല്ലേ, താഴോട്ട് നടന്നു വരുന്ന ഒരാളുടെ വലത്ത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഫോൺ തിരിച്ചു വെക്ക്. ഫോൺ തിരിച്ചു വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ വലത്തോട്ടൊരു വര വരച്ച്, ഇങ്ങനെയല്ലേ വലത്തോട്ട് തിരിച്ചു വരച്ച ഈ വര, ഇങ്ങനെയല്ലേ വരത്തുള്ളൂ. ഫോൺ തിരിച്ചു വെക്ക്, തല തിരിച്ചു വെക്ക്, എന്നിട്ട് നോക്ക്. കണ്ടോ, വലത്തോട്ട് ചെരിഞ്ഞ് തുടങ്ങുന്ന സ്ഥലത്തു നിന്ന് താഴോട്ട് വരുമ്പോൾ വലത്തോട്ട് ചെരിഞ്ഞ് പോകണം. കണ്ടോ, അങ്ങനെ വലത്തോട്ട് ചെരിഞ്ഞ് ഭൂമധ്യരേഖയ്ക്ക് അടുത്തേക്ക് എത്തുന്നു. ഈ കാറ്റുകളെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ്, 30 നിന്ന് 0ലേക്ക് എത്തിയ ഈ കാറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാണിജ്യവാദങ്ങൾ. അപ്പൊ കൂടിച്ചേരുന്നത് 0 ഡിഗ്രിയോട് ചേർന്നാണ്, അതിനെ വിളിക്കുന്ന പേരാണ്, ആ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ITCZ. വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് എന്ത്? ITCZ. എന്ത് സംഭവിക്കുന്നു? ITCZ എത്തുന്ന ഈ വാണിജ്യവാദങ്ങൾ ഇവിടെ വെച്ച് ചൂടാവും പെട്ടെന്ന്. കാരണം ഭൂമധ്യരേഖ പ്രദേശങ്ങൾ ഭയങ്കര ചൂടാവും. 30 ഡിഗ്രിയിൽ നിന്ന് വരുന്ന കാറ്റുകൾ അത്യാവശ്യം തണുത്ത കാറ്റുകളാണ്. അത് 0 ഡിഗ്രിയിൽ എത്തുമ്പോൾ ചൂടാവും, ചൂടേറ്റ് വികസിക്കും, മുകളിലേക്ക് ഉയരും. നമ്മൾ പറഞ്ഞായിരുന്നു ഡോൾഡ്രംസിനെ പറ്റി. 0 ഡിഗ്രിക്ക് 2 വശം 5 ഡിഗ്രി വരെയുള്ള സ്ഥലങ്ങളാണ് ഡോൾഡ്രംസ്. ഈ ITCZ ഡോൾഡ്രംസിനുള്ളിൽ ശരിക്കും വരുന്നത്. അപ്പൊ ഇത് ചൂടേറ്റ് വികസിച്ച് മുകളിലേക്ക് ഉയരും. മുകളിലേക്ക് ഉയർന്ന് വശങ്ങളിലേക്ക് സഞ്ചരിച്ച് 30ൽ പോയി പതിക്കും. വീണ്ടും അവിടെ നിന്ന് കാറ്റിന്റെ രൂപത്തിൽ അധികമായിട്ട് കിട്ടിയ ഈ വായുവിനെ കാറ്റിന്റെ രൂപത്തിൽ 30 0ലേക്ക് പറഞ്ഞു വിടും. 0ലേക്ക് എത്തുന്നവർ ചൂടേറ്റ് വികസിച്ച് വീണ്ടും മുകളിലേക്ക് ഉയരും, വശങ്ങളിലേക്ക് സഞ്ചരിച്ച് 30ൽ പോയി പതിക്കും. അവിടെ നിന്ന് വീണ്ടും കാറ്റിന്റെ രൂപത്തിൽ ഇതിങ്ങോട്ട് തിരിച്ചു വരും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഇതൊരു സൈക്കിളാണ്, ഇതൊരു ചാക്രിക ചലനമാണ്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാർട്ട്ലി സെല്ല്. ഇതാ വിളിക്കുന്നത് ഹാർട്ട്ലി, HADLEY, ഹാർട്ട്ലി സെല്ല് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഓക്കെ ആണോ? ഒരു സെല്ല് പഠിച്ചു, ഒരു കാറ്റ് പഠിച്ചു. രണ്ടാമത്തെ സ്ഥിരവാദം അല്ലെങ്കിൽ ആഗോളവാദമാണ് പശ്ചിമവാദം. രണ്ടാമത്തേതാണ് പശ്ചിമവാദം. പശ്ചിമവാദം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, പശ്ചിമം എന്ന് വെച്ചാൽ വെസ്റ്റ് അല്ലേ, പശ്ചിമം. ഇത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വീശുന്ന കാറ്റായിരിക്കും. പശ്ചിമവാദം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. അപ്പൊ വാണിജ്യവാദങ്ങളോ? പേരിനകത്ത് കൃത്യമായിട്ട് പറയുന്നില്ല. വാണിജ്യവാദത്തിനകത്ത് ദിശയില്ലാത്തത് കൊണ്ട് എങ്ങനെ സാർ അത് പഠിക്കുന്നത്? വാണിജ്യവാദം ഇതിന് ഓപ്പോസിറ്റ് ആണ്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് വീശുന്ന കാറ്റാണ് വാണിജ്യവാദം. ഓക്കെ അല്ലേ? പശ്ചിമവാദത്തിന്റെ എതിര് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പശ്ചിമവാദം വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക്, അങ്ങനെയാണെങ്കിൽ വാണിജ്യവാദം ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്. മരുഭൂമികളുടെ സൃഷ്ടാവ്, ഉഷ്ണമേഖലയിലെ മരുഭൂമികളുടെ സൃഷ്ടാവ് എന്നൊക്കെ അറിയപ്പെടുന്ന കാറ്റാണ് ഈ വാണിജ്യവാദങ്ങൾ. കേട്ടല്ലോ. ഇനി പശ്ചിമവാദങ്ങളിലേക്ക് പോകാം. പശ്ചിമവാദങ്ങൾ പഠിക്കാനായിട്ട് വീണ്ടും 30ലേക്ക് നിങ്ങളുടെ കണ്ണെത്തിക്കണം. 30 ഡിഗ്രി അക്ഷാംശങ്ങൾ ഉച്ചമർദ്ദ മേഖലകളാണ്. 60 ഡിഗ്രിയിലേക്ക് പെട്ടെന്ന് നോക്ക്, 60 ഡിഗ്രി ന്യൂനമർദ്ദ മേഖലകളാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു, അവിടെ ഒരു ഡൈനാമിക് ഫീച്ചർ കൊണ്ടാണ്. ഭൂമിയുടെ ഒരു ഡൈനാമിക് സ്വഭാവമാണ്. ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗതയുമായി ബന്ധപ്പെടുത്തിയ നമ്മൾ അത് ന്യൂനമർദ്ദ മേഖലയാണെന്ന് പഠിച്ചത്. അവിടെ തണുത്ത വായു ചുഴറ്റി എറിയപ്പെടും എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അങ്ങനെ എണ്ണം കുറവ് സംഭവിച്ചു. ആ ചുഴറ്റി എറിയപ്പെടുന്നത് കുറെ ഈ 30ൽ പോയി പതിക്കും, കുറെ 90 പോയി പതിക്കും. കൂടുതൽ 30ലേക്ക് എത്തി എന്ന് കരുതിക്കും. അപ്പൊ ഇവിടെ എണ്ണം കൂടി. അപ്പൊ ഇവിടുന്ന് കുറെ എണ്ണത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിടും, 60ലേക്ക് പറഞ്ഞു വിടും. മനസ്സിലായോ? കാറ്റിന്റെ രൂപത്തിൽ ഈ അധികം കിട്ടിയ വായുവിനെ പറഞ്ഞു വിടും. വീണ്ടും അവിടെ എത്തിക്കഴിയുമ്പോൾ ഇത് ചുഴറ്റി ഇങ്ങോട്ട് എറിയപ്പെടും. വീണ്ടും ഇവിടുന്ന് കാറ്റിന്റെ രൂപത്തിൽ 60ലേക്ക് പറഞ്ഞു വിടും. 60ൽ എത്തിക്കഴിയുമ്പോൾ വീണ്ടും ചുഴറ്റി 30ലേക്ക് എറിയപ്പെടും. 30ൽ നിന്ന് കാറ്റിന്റെ രൂപത്തിൽ തിരശ്ചീനമായിട്ട് ചലിച്ച് 60ലേക്ക് എത്തും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്. ഇതിനെ വിളിക്കുന്ന പേരാ ഫെറൽ സെല്ല്. ഇവിടുത്തെ സെല്ല് ഏതായിരുന്നു? ഹാർട്ട്ലി സെല്ല്. ഇവിടുത്തെ സെല്ല് ഏതാണ്? ഫെറൽ സെല്ല്. അപ്പോൾ 30 ഡിഗ്രിയിൽ നിന്ന് 60ലേക്ക് വീശുന്ന കാറ്റത് 30ൽ നിന്ന് തുടങ്ങി വലത്തോട്ട് ചെരിഞ്ഞ്, ഉത്തരാർത്ഥ ഗോളമായതുകൊണ്ട് വലത്തോട്ട് ചെരിഞ്ഞ് 60ലേക്ക് എത്തുന്നു. ഇവിടെ 30ൽ നിന്ന് തുടങ്ങി ഇടത്തോട്ട് ചെരിഞ്ഞ് 60ലേക്ക് പോയി പതിക്കുന്നു. ഇതാണ് പശ്ചിമവാദങ്ങൾ. കേട്ടോ, 2 ഗോളത്തിലും പശ്ചിമവാദങ്ങളുണ്ട്. 2 ഗോളത്തിലും പശ്ചിമവാദങ്ങളുണ്ട്. പക്ഷേ ഈ ദക്ഷിണാർത്ഥ ഗോളത്തിലെ പശ്ചിമവാദങ്ങൾ, ഇവര് ഇങ്ങോട്ട് നോക്ക്, ഈ ദക്ഷിണാർത്ഥ ഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കുറച്ച് ശക്തിയുള്ള തീവ്രതയേറിയ കാറ്റുകളാണ്. കാരണം ഇവിടുത്തെ പശ്ചിമവാദങ്ങൾ വീശുന്ന സ്ഥലത്ത് കൂടുതലും വൻകരകളാണ്. എന്നാൽ ദക്ഷിണാർത്ഥ ഗോളത്തിലെ പശ്ചിമവാദങ്ങൾ വീശുന്ന സ്ഥലങ്ങളിൽ കൂടുതലും സമുദ്രങ്ങളാണ്. സമുദ്രങ്ങളിൽ ഘർഷണം കുറവായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. സമുദ്രങ്ങൾക്ക് മുകളിലൂടെ കാറ്റ് വീശുമ്പോൾ അതിന് ഘർഷണം കുറവ് അനുഭവപ്പെടും, അത് കൂടുതൽ തീവ്രമായി വീശുമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. അതായത് ഇവിടെ കാറ്റിന് കുറച്ച് വേഗത കൂടുതലാണ്. എവിടെ? ഈ പറഞ്ഞ ദക്ഷിണാർത്ഥ ഗോളത്തിലെ പശ്ചിമവാദങ്ങളുടെ സ്ഥലത്ത്. പടം നോക്ക്. ദക്ഷിണാർത്ഥ ഗോളത്തിലെ പശ്ചിമവാദങ്ങൾ വീശുന്ന സ്ഥലം നിങ്ങൾ നോക്കിക്കേ. ഇവിടെ സമുദ്രമാണ് കൂടുതൽ.
എന്നാൽ ഉത്തരാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങൾ വീശുന്ന സ്ഥലം നോക്ക്, ഇവിടെ കൂടുതലും വൻകരകളാണ്. അതുകൊണ്ട് ഇവിടെ കാറ്റിന് കുറച്ച് തീവ്രത കൂടുതലായിരിക്കും. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോറിംഗ് 40, ഫ്യൂരിയസ് 50, സ്ക്രീമിംഗ് 60. മലയാളത്തിൽ പറഞ്ഞാൽ അലറുന്ന 40കൾ. ഇവിടുത്തെ പശ്ചിമവാതങ്ങളെ വിളിക്കുന്ന പേര് അലറുന്ന 40കൾ, 35 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും ഇടയ്ക്ക്. 2 കഠോരമായ 50കൾ, ഫ്യൂരിയസ് 50s, 45നും 55നും ഇടയ്ക്ക്. 3 അലമുറയിടുന്ന 60കൾ, ഷ്രീക്കിംഗ് അല്ലെങ്കിൽ സ്ക്രീമിംഗ് 60s, അത് 55നും 65നും ഇടയ്ക്ക്. മനസ്സിലായി? ഇവരെയാണ് ഈ പേരുകളിൽ വിളിക്കുന്നത്. ഇവിടെ സമുദ്രഭാഗം കൂടുതലായതിനാൽ ഫ്രിക്ഷൻ കുറവാണ്, അതുകൊണ്ട് കാറ്റിന് വേഗത കൂടുതലാണ്. കപ്പലുകളിൽ പോകുന്നവര് അല്ലെങ്കിൽ നാവികർക്ക് പേടി സ്വപ്നമായിട്ടുള്ള കാറ്റുകളാണ് ഈ പറഞ്ഞ റോറിങ്ങും ഫ്യൂരിയസും സ്ക്രീമിങ്ങും ഒക്കെ. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ കാറ്റിലേക്ക് പോകുന്നു. മൂന്നാമത്തെ പോളാർ ഈസ്റ്റേർലീസ്. പോളാർ ഈസ്റ്റേർലീസ് 90 ഡിഗ്രി അക്ഷാംശങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. 90 ഡിഗ്രി അക്ഷാംശങ്ങൾ ഇവിടെ കണ്ടില്ലേ? 90 ഡിഗ്രി അക്ഷാംശങ്ങൾ. ഈ 90 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്ന്, അത് ഉച്ചമർദ്ദ മേഖല ആയതുകൊണ്ട് 90 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകൾ. 90 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളാണ്. അതേ നോക്ക്, ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ട് ചെരിഞ്ഞ് ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ട് ചെരിഞ്ഞ് 60ലേക്ക് എത്തുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് പോളാർ ഈസ്റ്റേർലീസ് അല്ലെങ്കിൽ ധ്രുവീയ പൂർവ്വവാതങ്ങൾ. പേര് തന്നെയുണ്ട്, ഈസ്റ്റേർലീസ് എന്ന പേരുള്ളത് കൊണ്ട് തന്നെ ഇതിന് ദിശ കണ്ടെത്താൻ എളുപ്പമാണ്. ഇത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കുള്ള കാറ്റാണ്. പശ്ചിമവാതങ്ങൾ പേരിൽ തന്നെയുണ്ട്, വെസ്റ്റേർലീസ് എന്ന പേര്, അതുകൊണ്ട് അത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കുള്ള കാറ്റാണ്. വാണിജ്യവാദങ്ങൾക്കകത്ത് പേരിൽ ദിശയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇത് തിരിച്ചു പഠിക്കണമെന്ന്. വാണിജ്യവാദങ്ങൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്, അതായത് വാണിജ്യവാദങ്ങളും ധ്രുവീയ പൂർവ്വവാദങ്ങളും ഈസ്റ്റിൽ നിന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വീശുമ്പോൾ പശ്ചിമവാദങ്ങൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വീശുന്ന കാറ്റുകളാണ് എന്നുകൂടി നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം. എങ്ങനെയാണ് ഓർത്തെടുക്കേണ്ടത്? കാറ്റ് എന്ന് പറയുന്നത് അന്തരീക്ഷ വായുവിന്റെ തിരശ്ചീനമായിട്ടുള്ള ചലനമാണ് കാറ്റ്. അന്തരീക്ഷ വായുവിന്റെ തിരശ്ചീനമായിട്ടുള്ള ചലനമാണ് കാറ്റ്. കാറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്, അല്ലെ? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അറിയാമല്ലോ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ്. ബാരോമീറ്റർ മറന്നുപോയത്, ബാരോമീറ്റർ. സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് 1013.25 അല്ലെങ്കിൽ 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ ആണ്. ഈ ശരാശരി സമുദ്രനിരപ്പിലെ ഭൗമോപരിതല ഭാഗത്തുള്ള ശരാശരി അന്തരീക്ഷ മർദ്ദം എന്നറിയപ്പെടുന്നത്. പിന്നെ മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആ ഏറ്റക്കുറച്ചിലുകളെ നമ്മൾ മർദ്ദ ചെരിവ് എന്ന് വിളിക്കുന്നത്, പ്രഷർ ഗ്രേഡിയന്റ് എന്ന് വിളിക്കുന്നത്. മർദ്ദ വ്യത്യാസം ഉണ്ടാകാനുള്ള 3 കാരണങ്ങൾ താപനിലയും ഉയരവും ആർദ്രതയുമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. താപനില കൂടുമ്പോൾ സംവഹനം കൂടും, മർദ്ദം കുറയും. ഉയരം കൂടുമ്പോൾ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കുറയും, മർദ്ദം കുറയും. ഇനി മൂന്നാമത്തത്, ആർദ്രത കൂടുമ്പോൾ നമ്മുടെ നീരാവിയുടെ അളവ് അന്തരീക്ഷത്തിൽ കൂടും, മർദ്ദം കുറയും. താപനില കൂടുമ്പോൾ സംവഹനം കൂടും, അങ്ങനെ മർദ്ദം കുറയും. രണ്ടാമത്തത്, ഉയരം കൂടുമ്പോൾ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കുറയും, അങ്ങനെ മർദ്ദം കുറയും. മൂന്നാമത്തത്, ആ ഒരു ഭൂമിയുടെ ഉപരിതലത്തിലാണ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂമിയുടെ ആ ഒരു ഉപരിതലത്തിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണം കൂടുതൽ വായു ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ മർദ്ദം കൂടുതൽ. ഉയരത്തിലേക്ക് പോകുന്നതോറും അത് മർദ്ദം കുറയുന്നതും. ഓക്കെ. 3 ആർദ്രത, അതും നമ്മൾ പറഞ്ഞു. അതിനുശേഷം കാറ്റുകളിലേക്ക് വന്നു. കാറ്റുകൾ 4 വിധമുണ്ട്. കാറ്റുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഒന്നാമത്തത് മർദ്ദ ചെരിവ്, രണ്ടാമത്തത് ഘർഷണം, 3 കോറിയോലിസ് ബലം. മർദ്ദ ചെരിവ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. 2 ഘർഷണത്തെ പറ്റി പറഞ്ഞു, 3 കോറിയോലിസ് ബലത്തെ പറ്റി പറഞ്ഞു. ഉത്തരാർദ്ധഗോളത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ എന്തുകൊണ്ടാണ്? കോറിയോലിസ് ബലം കൊണ്ടാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഭൂമിയിലെ പ്രധാനപ്പെട്ട മർദ്ദ മേഖലകൾ പഠിച്ചിരുന്നു. മർദ്ദ മേഖലകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 0, 30, 60, 90. 0 ഡിഗ്രി മർദ്ദ മേഖലകളെ, 0 ഡിഗ്രി മർദ്ദ മേഖലകളെ നമ്മൾ വിളിക്കുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നാണ്. 30 ഡിഗ്രിയെ വിളിക്കുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നാണ്. അത് തന്നെയാണ് കുതിര അക്ഷാംശങ്ങളും. 60 ഡിഗ്രി വിളിക്കുന്ന പേര് അത് ധ്രുവത്തോട് ചേർന്നായതുകൊണ്ട് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല, അതിനെ പോളാർ ഫ്രണ്ട് എന്ന് വിളിക്കുന്നു, ധ്രുവ മുഖങ്ങൾ എന്ന് വിളിക്കുന്നു. പിന്നെ 90 ഡിഗ്രി നമ്മൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പം മർദ്ദ മേഖലകൾ മനസ്സിലാക്കി. അതിനുശേഷം കോറിയോലിസ് ബലം പഠിച്ചു, ഫെറൽസ് ലോ എന്താണെന്ന് പഠിച്ചു, കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജി ആണെന്ന് പഠിച്ചു, കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ ആണെന്ന് പഠിച്ചു, കാറ്റിന്റെ ദിശ മനസ്സിലാക്കുന്ന ഉപകരണം വിൻഡ് വെയിൻ ആണെന്ന് പഠിച്ചു. ശേഷം 4 തരം കാറ്റുകൾ ഏതാണെന്ന് പഠിച്ചു, അതിന്റെ എക്സാമ്പിളും നമ്മൾ പഠിച്ചു. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ആഗോളവാദങ്ങൾ മാത്രം ഇന്ന് പഠിച്ചു തീർത്തു. സ്ഥിരവാദങ്ങൾ എന്താണെന്ന് നമ്മൾ ഇന്ന് പഠിച്ചു. സ്ഥിരവാദങ്ങൾ 3 എണ്ണമാണ്: വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയ പൂർവ്വവാദം. വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയ പൂർവ്വവാദം. വാണിജ്യവാദങ്ങൾ 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് വീശുന്ന കാറ്റുകളാണ്. അവിടെ ഒരു സെൽ വർക്കിംഗ് ഉണ്ട്, അത് ഹാർട്ട്ലി സെല്ലാണെന്ന് ഞാൻ പറഞ്ഞു.
ഇനി പശ്ചിമവാദങ്ങൾ 30-ൽ നിന്ന് 60-ലേക്ക് വീശുന്ന കാറ്റാണ്. 30-ൽ നിന്ന് 0-ലേക്ക് വീശുന്നത് വാണിജ്യവാദങ്ങൾ, 30-ൽ നിന്ന് 60-ലേക്ക് വീശുന്നത് പശ്ചിമവാദങ്ങൾ. അവിടെ ഒരു സെല്ല് വർക്കിംഗ് ആണ്, അത് ഫെറൽ സെല്ലാണ്. ഇനി 90-ൽ നിന്ന് 60-ലേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ. അവിടെ ഒരു സെല്ല് വർക്കിംഗ് ആണ്, പറഞ്ഞില്ല, അതിന്റെ പേര് പോളാർ സെല്ലാണ് കേട്ടോ. അതെങ്ങനെ അവിടെ ഒരു സെല്ല് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ? 90 ഡിഗ്രിയിൽ നിന്ന് കാറ്റ് എങ്ങോട്ട് വീശുന്നു? 60 ഡിഗ്രിയിലേക്ക് വീശും. കാരണം 60 ഡിഗ്രി ന്യൂനമർദ്ദ മേഖലയല്ലേ, അവിടെ വെച്ച് അത് തണുത്ത് ചുഴറ്റി എറിയപ്പെടും. വീണ്ടും 90 തന്നെ പോയി പതിക്കും. വീണ്ടും അവിടുന്ന് കാറ്റിന്റെ രൂപത്തിൽ 60-ലേക്ക് വരും. വീണ്ടും ഇത് ചുഴറ്റി എറിയപ്പെടും എങ്ങോട്ട്? 90-ലേക്ക്. അവിടുന്ന് വീണ്ടും കാറ്റിന്റെ രൂപത്തിൽ തിരിച്ചു വരും. അതുകൊണ്ടാണ് അതിനെ പോളാർ സെൽ എന്ന് വിളിക്കുന്നത്. 3 സെല്ല്: ഹാർട്ട്ലി സെല്ല്, ഫെറൽ സെല്ല്, പോളാർ സെല്ല്. 3 പറഞ്ഞു തന്നു. കാറ്റിന്റെ ദിശ ഞാൻ പഠിപ്പിച്ചു. വാണിജ്യവാദവും ധ്രുവീയ പൂർവ്വവാദവും ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് വീശുന്ന കാറ്റാണ്. എന്നാൽ പശ്ചിമവാദം ശ്രദ്ധിച്ചോണം, പശ്ചിമവാദം വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് വീശുന്ന കാറ്റാണ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് വീശുന്ന കാറ്റാണ്. അപ്പോൾ കാറ്റുകൾ എന്ന ടോപ്പിക്ക് നമ്മൾ അതിനകത്ത് ഒരു ടൈപ്പ് വിൻഡിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അടുത്ത 3 ടൈപ്പ് കാറ്റുകളെ പറ്റി നമുക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. അതിനിടയ്ക്ക് ഞാനിവിടെ പറഞ്ഞ പല ടേമുകളുണ്ട്. ഡോൾഡ്രംസ്, ITCZ, അങ്ങനെയുള്ള കുറെ ടേമുകളെ പറ്റി പറഞ്ഞിരുന്നു. ന്യൂനമർദ്ദം ശ്രദ്ധിച്ചോണം. ന്യൂനമർദ്ദ മേഖലകൾ പ്രക്ഷുബ്ധമായ കൊടുങ്കാറ്റുകൾക്ക്, ചുഴലിക്കാറ്റുകൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. എന്നാൽ ഉച്ചമർദ്ദ മേഖലകൾ ശാന്തമായ, പ്രശാന്തമായ, പ്രസന്നമായ അന്തരീക്ഷം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളാണ്. അവിടെ മഴയും താരതമ്യേന കുറവായിരിക്കും ഉച്ചമർദ്ദ മേഖലകളിൽ. ന്യൂനമർദ്ദ മേഖലകളിൽ ക്യുമുലസ് മേഘങ്ങളുടെ രൂപീകരണം നടക്കുന്നത് കൊണ്ട് അവിടെ മഴ കൂടുതലായിരിക്കും. കാരണം സംവഹനത്തോടൊപ്പം നീരാവി, സംവഹനത്തിന്റെ സമയത്ത് നീരാവിയും മുകളിലേക്ക് എത്തിച്ചേർന്ന് ന്യൂനമർദ്ദ മേഖലകളിൽ മഴക്കാറ് അല്ലെങ്കിൽ മേഘങ്ങൾ ഉണ്ടാവും. അത് മഴ പെയ്യിക്കും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ പാർട്ട് 2-ൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പാർട്ട് 2-ൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. കൃത്യമായിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ കമന്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് കമന്റ് ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങളുടെ നീഡ്സ് അത് കമന്റ് ചെയ്യുക. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ ക്ലാസ് എടുത്തത്. നിങ്ങളുടെ ലിസ്റ്റ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏത് ക്ലാസ്സുകളാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അത് നോക്കിയിട്ടാണ് ഈ ടോപ്പിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. വെറുതെ ആയി പോകരുത്. നമ്മുടെ അധ്വാനവും അല്ലെങ്കിൽ നിങ്ങളുടെ സമയം വെറുതെ ആയി പോകരുത്. പഠിക്കുന്നത് വൃത്തിക്ക് ശ്രദ്ധയോടെ പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.